നമസ്കാരം. ഇറാനോട് മുട്ടിയ അമേരിക്ക കടക്കിണിയിൽ നട്ടം തിരികെയാണ്. ആലോചിക്കാതെ യുദ്ധത്തിനായി എടുത്തു ചാടി പുറപ്പെട്ട ട്രംപിന് എടുത്തു പറയാൻ വെറും നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം. സാങ്കേതിക തികവിൽ US വ്യോമസേന ബഹുദൂരം മുന്നിലാണ് എങ്കിലും ഇറാന്റെ ചെലവ് കുറഞ്ഞതും എന്നാൽ കൃത്യതയാർന്നതുമായ ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് വലിയ വിമാന നഷ്ടവും അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരുത്തി വെച്ചിരിക്കുകയാണ്. ഇതുവരെ 16 വിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. ഇതിൽ 12 MQ-9 റീപ്പർ ഡ്രോണുകളാണ്. ഒരു ഡ്രോണിന് മാത്രം $56.5 മില്യൺ വില. കുവൈറ്റിൽ വെച്ച് നടന്ന ഒരു ഫ്രണ്ട്ലി ഫയർ സംഭവത്തിൽ 3 F-15 പോർ വിമാനങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടമായി. മാർച്ച് 19 നടന്ന ഇറാൻ ആക്രമണത്തിൽ ഒരു F-35 വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും അത് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്തു. എന്തായാലും ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചന പ്രകാരം കുവൈറ്റിലെ അലി അൽ സലീം, ഖത്തറിലെ അൽ ഉദൈദ്, സൗദിയിലെ പ്രിൻസസ് സുൽത്താൻ എന്നീ 3 പ്രധാന എയർബേസുകളിൽ ഇറാൻ ഒന്നിലധികം തവണ പ്രഹരമേൽപ്പിച്ചു. കെട്ടിടങ്ങൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി ഏകദേശം $31 കോടി നഷ്ടം കണക്കാക്കിയിരുന്നു. ഇപ്പോൾ അതാ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ എത്തിയിരിക്കുകയാണ്. US-ന് നിലവിലുള്ള അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇനി അധിക സമയമില്ല എന്നാണ് ഇറാൻ സൈനിക ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപ് ഭീഷണിപ്പെടുത്തിയതുപോലെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ ശക്തി ഇല്ലാതാക്കുമെന്നാണ് അറേബ്യൻ ഗൾഫ് വഴിയുള്ള US കപ്പലുകൾ മുക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇറാന്റെ വക ഭീഷണി എത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ടെലിവിഷൻ ചൊവ്വാഴ്ച നൽകിയ അഭിമുഖത്തിനായിരുന്നു ഇറാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. US-നെ രക്ഷിക്കാനുള്ള അവസാന സമയപരിധി അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇനി ട്രംപിന് അധിക സമയമില്ല എന്നാണ് മോസിൻ റസീൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മേൽ ആക്രമണം അഴിച്ചുവിട്ടാൽ ഞങ്ങൾ പ്രതികരണം കണ്ണിനു പകരം കണ്ണ് എന്ന രീതിയിലായിരിക്കില്ല, കണ്ണിനു പകരം തല എന്ന രീതിയിലായിരിക്കുമെന്നും നിങ്ങളെ ഞങ്ങൾ ക്ഷയിപ്പിക്കുകയും കപ്പലുകൾ മുക്കിക്കളയുകയും ചെയ്യും എന്നാണ് ഇറാന്റെ പ്രസ്താവന. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്നം മുമ്പിൽ കണ്ട് ട്രംപ് ഭരണകൂടത്തെ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. എന്നാൽ ഇപ്പോൾ US കമാൻഡർമാർക്കും ഇസ്രായേലിനും ഇടയിൽ ട്രംപ് ആശയക്കുഴപ്പത്തിലാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. യുദ്ധം നിയമവിരുദ്ധമെന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാ ഉപരോധങ്ങൾ പിൻവലിക്കുകയും നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുന്നവരെയും ഇറാനെതിരെ ആക്രമണം ആവർത്തിക്കില്ല എന്ന് അന്താരാഷ്ട്ര നിയമപരമായ ഉറപ്പ് ലഭിക്കുന്നവരെയും ഇറാന്റെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇറാന്റെ പക്ഷം. അതേസമയം മിഡിൽ ഈസ്റ്റിലെ ശത്രുത പൂർണ്ണമായും പരിഹരിക്കുന്നതിനെ കുറിച്ചും US-ഉം ഇറാനും വളരെ നല്ലതും ഫലപ്രദവുമായ ചർച്ചകൾ നടത്തി എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും.